കൊച്ചു കള്ളി, നീ എന്നെ എത്ര പെട്ടെന്നാ കണ്ടുപിടിച്ചേ? എന്തു പറ്റിയടാ? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പോയല്ലേ പറ്റൂ പാറൂസേ. എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ പാറു, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. എന്നാ ശരി, ഞാനിപ്പോ വരാവേ. ഞാൻ നന്ദൂട്ടന്റെ കൂടെ അവരെ അടുത്തൊക്കെ പോവട്ടെ. നാളെ രാവിലെ പോകത്തില്ലേ? അപ്പൊ പിന്നെ യാത്ര പറയാൻ കഴിയത്തില്ലല്ലോ. ശരി, സച്ചേട്ടനെ കണ്ടാ തന്നെ പറയും നല്ല വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നേന്. ഒട്ടും ഇഷ്ടല്ലാതെ പോകുന്നേ. ശരിയാ, അപ്പൊ ഈ പോവാൻ തീരുമാനിച്ചില്ലേ? ആ, നാളെ രാവിലെ ഇറങ്ങും. രാവിലെ പറയാൻ ടൈം കിട്ടില്ല, അതാ വന്നേ. അല്ല, നീ അവിടെയെ കണ്ടിരുന്നോ? ഇല്ല, അവളോട് പറയണം. ദാ, എന്നാ നമുക്ക് അടുത്ത വരുവന് കാണാവേ. ഞാനിന്നാ അവണിയോടും തുമ്പിയോടൊക്കെ ഒന്ന് യാത്ര പറയട്ടെ. ശരി ഉണ്ണിക്കുട്ടാ, ഇനിയിപ്പോ വീട്ടിലേക്ക് വരാൻ ടൈമില്ല. ആന്റിയോടും ചിന്നുവിനോടൊക്കെ പറട്ടോ. ആടാ, ഞാൻ പറഞ്ഞോളാം. നാളെ എപ്പോഴാ ഫ്ലൈറ്റ്? 7 മണിക്കാ തോന്നുന്നു. പുലർച്ചെ ഇവിടുന്ന് പോവും. എന്നാ ശരിടാ. അവന് നല്ല സങ്കടമുണ്ട്. ശരിയാ. നന്ദു ഒന്നും മിണ്ടുന്നില്ല. അവൻ ഇത്ര പെട്ടെന്ന് പോകുന്ന നമ്മൾ കരുതിയില്ലല്ലോ. അവൻ ഇവിടെ നിൽക്കുമെന്നല്ലേ കരുതിയേ? തുമ്പി, സച്ചേട്ടനോ, നിങ്ങൾ നാളെ പോവാന്ന് കേട്ടു. ആ, നാളെ പോവും. അത് പറയാനാ ഞാനിപ്പോ വന്നേ. നാളെ രാവിലെ ഇറങ്ങും. അപ്പൊ പിന്നെ പറയാൻ കഴിയത്തില്ല, അതാ. അല്ല, അമ്മ എന്തേ? അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. സച്ചേട്ടൻ കണ്ടില്ലേ? ഇപ്പോഴാണ് അങ്ങോട്ട് പോയേ? ഞാൻ ഉസ്മാനോടും മണിക്കുട്ടനോടൊക്കെ പറയാൻ പോയതായിരുന്നു. അല്ല, ആവണി എന്തേ? ആ, ചേച്ചി അവിടെ ഉണ്ട്. ഞാൻ വിളിക്കാവേ. ചേച്ചി, 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 ഇതാ സച്ചേട്ടൻ വിളിക്കുന്നു. ഞാൻ കളിക്കാൻ പോവാ. ചേച്ചി ഇപ്പോ വരട്ടോ, ഞാൻ കളിക്കാൻ പോവാണേ. ശരി. ആ, ഇതാരാ? സച്ചിയോ? ആവണി, നീ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുവാണോ? അത് കടയിൽ പോവാൻ നിൽക്കുവാ. നോട്ട് മേടിക്കാനുണ്ട്, അതാ. ആ, നിനക്ക് നേരം വൈകത്തൊന്നുമില്ലല്ലോ? ഇല്ല സച്ചി, നീ പറ. നാളെ ഞാൻ പോവും. 7 മണിക്കാ ഫ്ലൈറ്റ്. അമ്മ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സച്ചി? എന്താ പറ. ഇനി എനിക്ക് പറയാൻ കഴിയോ എന്നൊന്നും അറിയത്തില്ല, അതാ. എന്താ സച്ചി, പറ. അത് പിന്നെ ആവണി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ളതായിരിക്കും, നിനക്കറിയാം. പക്ഷേ ആ ഇഷ്ടം എന്നും എന്റെ മനസ്സിൽ നിലനിൽക്കും. സോറി ആവണി, എന്നാ ഞാൻ പോവാ. സച്ചി, ഇതൊക്കെ നീ പറയാതെ തന്നെ എനിക്കറിയായിരുന്നു. എന്നോട് നന്ദു പറയാറുണ്ടായിരുന്നു, നീ വിളിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ എന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. എനിക്കെല്ലാം അറിയാം സച്ചി. സോറി ആവണി, നിനക്ക് ബുദ്ധിമുട്ടായേ. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ശല്യം ചെയ്യത്തില്ല. ആര് പറഞ്ഞു ബുദ്ധിമുട്ടായെന്ന്? സത്യം പറഞ്ഞാ എനിക്ക് സച്ചിയെ ഒരുപാട് ഇഷ്ടം. സത്യാണോ ഈ കേൾക്കുന്നേ? അതെ സച്ചി. ഇനി എനിക്ക് ധൈര്യത്തിൽ പോവാ. അതെന്തേ? ഞാൻ വരുമ്പോ തന്നെ കരുതിയതാ ഇത്തവണ നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന്. ഇനിയിപ്പോ എനിക്ക് സന്തോഷത്തോടെ പോവാലോ. ഇനിയിപ്പോ ഞാൻ പോയാലേ ക്രിസ്റ്റിയുമായി സെറ്റ് ആവരുത്, കേട്ടല്ലോ? പോടാ. ഈ ആവണിയെ കുറിച്ച് നീ അങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കുന്നേ? ഓ, എന്റെ ആവണി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ മെസ്സേജ് അയക്കാം. എന്റെ നമ്പർ ഉണ്ടോ? അതൊക്കെ എന്തേലുണ്ട്. അതെങ്ങനെ? അതൊക്കെ നന്ദുവിന്റെ അടുത്തുനിന്ന് എന്നോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മെസ്സേജ് ചെയ്തില്ല എന്ന് മാത്രം. നേരിട്ട് കണ്ട് എല്ലാം പറഞ്ഞിട്ട് മതി എന്ന് കരുതി. അല്ല, ഇപ്പോ +2 അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ താല്പര്യം? അറിയില്ല. +2 കഴിയട്ടെ, എന്നിട്ട് മാർക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ. എന്നാ ശരി, ഞാൻ വിളിക്കണ്ട്. ഓക്കേ സച്ചി. ഡാ. ആ, നന്ദു, നീ എപ്പോ വന്നു? സ്വപ്നലോകത്തല്ലേ, അപ്പൊ ഞാൻ വന്നതൊന്നും കാണത്തില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. രാവിലെ തൊട്ടേ പോകുന്നതിനെ കുറിച്ച് സാഡ് ആയിരുന്നേ. ആവണിയെ കണ്ടാലേ പിന്നെ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വന്നിട്ട് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഇത്രക്ക് സന്തോഷം ഞാൻ നിന്റെ മുഖത്ത് കണ്ടിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. എന്താടാ, വല്ല ലോട്ടറിയും അടിച്ചോ? അതേടാ, അതിനേക്കാൾ വലുത്. ഓ, മനസ്സിലായി മനസ്സിലായി. അവള് നിന്നോട് എസ് പറഞ്ഞല്ലേ? അതേടാ, അവക്കും എന്നെ ഇഷ്ടായിരുന്നേ. അവള് പറയാതിരുന്നതാ. എനിക്ക് അറിയായിരുന്നടാ. നിന്നെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോഴൊക്കെ അവളെ മുഖത്ത് വരുന്ന ഭാവം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നേ. ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അവക്ക് വേണ്ടി ബാലമാഷിന്റെ അടുത്തുനിന്ന് എത്ര തല്ല നീ കൊണ്ടിട്ടുണ്ട്. അവൾ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ക്രിസ്റ്റിയും നീയുമായിട്ടുള്ള തല്ല്. അന്ന് അവൾ എന്റെ സച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞത് നീ ഓർക്കുന്നില്ലേ?
അന്ന് ആവണിയുടെ മാത്രം സച്ചിയായിരുന്നേ. അന്ന് മാത്രല്ലടാ, ഇനി അങ്ങോട്ടും. നന്ദു, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ പോവാ. ദാ വരുന്നു. ദാ ഞാനിപ്പോ വരാവേ. ആ ശരിടാ, നീ ചെല്ല്. നന്ദു പറഞ്ഞതൊക്കെ ശരിയാ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസാ. പക്ഷേ നാളത്തെ ഓർക്കുമ്പോ വീട്, അമ്മമ്മ, ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ ആവണി, ഇവരൊക്കെ വിട്ട് ഞാൻ എങ്ങനെ പോവാ? എനിക്ക് കഴിയത്തില്ല. സച്ചിക്കുട്ടാ, എന്തു പറ്റി? അമ്മമ്മേ, നാളെ നിങ്ങളൊക്കെ വിട്ട് ഞാൻ പോകത്തില്ലേ? എനിക്ക് ഇവിടുന്ന് പോണ്ട. എനിക്ക് ഇവിടുന്ന് പോണ്ട അമ്മമ്മേ. ആരാ പറഞ്ഞേ മോൻ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന്? മമ്മി പറഞ്ഞല്ലോ. അവരൊക്കെ പോവും. എന്റെ സച്ചിക്കുട്ടനെ പോവാൻ താല്പര്യമില്ലെങ്കിൽ അമ്മമ്മ വിടത്തില്ല. അമ്മമ്മ അമ്മയോടൊന്ന് പറയോ? ആ, ഞാൻ പറയാ. ഇനി അമ്മമ്മ പറഞ്ഞ് അമ്മ കേട്ടില്ലെങ്കിലോ? അവൾ ഇന്നേ വരെ എന്നെ ധിക്കരിച്ചിട്ടില്ല. മോൻ വാ, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മമ്മയുടെ സച്ചിക്കുട്ടൻ വിഷമിച്ചിരിക്കാതെ വന്ന് കഴിക്കാൻ നോക്ക്. ഞാനിപ്പോ വരാം അമ്മമ്മേ. ഒരുപാട് സമയം വരുതിട്ടോ, വേഗം വാ. വേഗം വന്നേക്കണേ. അമ്മമ്മക്ക് ഈ കോണിയൊന്നും കേറാൻ കഴിയത്തില്ല. അമ്മമ്മ നീ കേറി വരണ്ട, ഞാൻ വന്നോളാം. ഓ, ഇപ്പോഴാ ഒരു സമാധാനായേ. ചിലപ്പോ അമ്മമ്മ പറഞ്ഞ് അമ്മ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവൂലേ? ഷോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്ത് രസമായിരിക്കും. പാറുസേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ടൈം ഒരുപാടായല്ലോ. നീ ഉറങ്ങിയിട്ടുണ്ടാവുന്ന കരുതി. നാളെ നിങ്ങളൊക്കെ പോവല്ലേ? ഉറക്കം വരുന്നില്ല അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ. ഈ പാറുസേ കരയില്ലേ? നീ കരഞ്ഞാ എനിക്കും സങ്കടാവത്തില്ലേ? നാളെ എന്തിനാ പോകുന്നത് നിങ്ങളൊക്കെ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്ത് ചെയ്യാനാ പാറു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നീ ഇങ്ങനെ കരയില്ലടാ. പാറൂസേ, മെടിക്ക് കുട്ടിയല്ലേ? ഒന്ന് ചിരിച്ചേ. സച്ചേട്ടനല്ലേ പറയുന്നേ? ഒന്ന് ചിരിക്കടി കുറുമ്പി. ഇതാണ് എന്റെ പാറു. ദാ അമ്മമ്മേ വരുന്നു. വാ പാറൂസേ, നമുക്ക് താഴേക്ക് പോവാം. ദേവും നന്ദൊക്കെ എന്തേ? പണിയോ? വെറുതെ അല്ല, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ആളെ കാണുന്നേ ഇല്ല. അയ്യോ, സച്ചി ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നിങ്ങളെ കാല് പിടിക്കുക. സച്ചി ഒന്നും ചെയ്യല്ലേ. സച്ചി സ്വപ്നമായിരുന്നു. നീ എന്തിനാ എണീറ്റേ? ഇതിപ്പോ നല്ല കഥയായി. ഇത്രയും വലിയ ആർപ്പ് കേട്ടാ ആരാ എണീക്കാതിരിക്കുക? ചേച്ചി ഒന്ന് പോയോക്ക്. അമ്മയും അച്ഛനും വരെ എണീറ്റ് കാണും. ആർപ്പോ? പിന്നല്ലാതെ. അല്ല, സച്ചേട്ടൻ എന്തിനാ വിളിച്ചേ? സച്ചിനെയോ? ഞാനോ? ചേച്ചി ഒളിക്കണ്ട, വേഗം പറഞ്ഞോ. നിനക്ക് തോന്നിയതാവും. എനിക്കൊരു തോന്നലുമില്ല. സച്ചീന്ന് വിളിച്ചാ ചേച്ചി എണീറ്റേ, അതെനിക്ക് നല്ല ഉറപ്പാ. ഓ പിന്നെ, നീ ഉണർന്നു കിടക്കല്ലേ എല്ലാം കേൾക്കാനായിട്ട്? ചേച്ചിയുടെ ഈ ആർപ്പ് കേട്ടാ ഉറങ്ങുന്നവരെ എണീക്കും. ദേ തുമ്പി, വെറുതെ വായ്ക്ക് കൂടാൻ നിൽക്കണ്ടേ. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. എന്തിനാ ചേച്ചി കള്ളം പറയുന്നേ? ചേച്ചിക്ക് സച്ചേട്ടനെ ഇഷ്ടാന്ന് എനിക്ക് നല്ലോണം അറിയാം. എനിക്കോ? പിന്നല്ലാതെ. ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ചേച്ചിന്റെ ഡയറിയില് ഞാനിപ്പോഴും കണ്ടിട്ടുണ്ട് സച്ചേട്ടന്റെ ഫോട്ടോ. നിന്നോടാരാ എന്റെ ഡയറി ഒക്കെ എടുക്കാൻ പറഞ്ഞേ? ഓ, ഞാൻ ഡയറി എടുത്ത് വായിച്ചിട്ടൊന്നുമില്ല. അത്തരം ചീപ്പ് ഏർപ്പാടൊന്നും ഈ തുമ്പി എടുക്കില്ല. പിന്നെ നീ അതെങ്ങനെ കണ്ടു? അത് ചേച്ചി ടേബിളിൽ വെച്ചപ്പോ ഞാനത് എടുത്ത് മാറ്റിയപ്പോ താഴേക്ക് വീണതാ ഫോട്ടോ. അപ്പോ കണ്ടതാ. അപ്പൊ തന്നെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അല്ല, സച്ചേട്ടനെ ഇഷ്ടല്ല എന്നൊക്കെയല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നേ? അതങ്ങോട്ട് കളഞ്ഞൂടെ? അത് പിന്നെ അതെന്റെ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പൊ ചേച്ചിക്ക് സച്ചേട്ടനെ ഇഷ്ടാലേ? തുമ്പി, കിടന്നുറങ്ങാൻ നോക്ക്. ചെറിയ വായില് വലിയ വർത്താനം കൊണ്ട് ഇറങ്ങിയേക്കും. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല, 9ൽ എത്തിയിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവും. നീ ഒന്ന് കിടക്കൂ. എന്തേ, നീ കിടക്കുന്നില്ലേ? ഇല്ല. എന്നാ നീ ഇരുന്ന് നേരം വെളുപ്പിച്ചോ. എന്താ ചേച്ചി, ഒന്ന് പറ. എന്ത് പറയാൻ? ചേച്ചിക്ക് സച്ചേട്ടനെ ഇഷ്ടല്ലേ? ഷോ, ഇവളെ കൊണ്ട് ശല്യായല്ലോ. ചേച്ചി അത് പറയാതെ ഞാൻ കിടക്കുമാട്ടേ. എന്റെ തുമ്പി, ഞാൻ രാവിലെ പറയാം. വേണ്ട, ചേച്ചിക്ക് എപ്പോ പറഞ്ഞ? നീ ഒന്ന് പതുക്കെ പറ. നിന്റെ സൗണ്ട് കേട്ട് അമ്മയൊക്കെ ഓടി വരും. എന്നാ ചേച്ചി പറ. ചേച്ചിക്ക് സച്ചേട്ടനെ ശരിക്കും ഇഷ്ടല്ലേ? എന്നിട്ടെന്താ സച്ചേട്ടനോടൊന്നും പറയാത്തെ? ചേച്ചിക്കെല്ലാം തുറന്ന് പറഞ്ഞൂടെ? സച്ചേട്ടനെ ചേച്ചി എന്ത് ഇഷ്ടാന്നറിയോ? ആര് പറഞ്ഞില്ലാന്ന്? അപ്പൊ പറഞ്ഞോ? ഓ, എന്റെ തുമ്പി ഒന്ന് പതുക്കെ. അപ്പൊ പറഞ്ഞു ചേച്ചി? പറഞ്ഞു. ഇതൊക്കെ എപ്പോ? അത് പിന്നെ സച്ചി ഇങ്ങോട്ട് വന്നിരുന്നില്ലേ യാത്ര പറയാൻ?
അപ്പൊ സച്ചിനോട് എല്ലാം പറഞ്ഞു. അപ്പൊ സച്ചേട്ടനെ ഇഷ്ടാണെന്ന് ചേച്ചി പറഞ്ഞോ? ഓ പറഞ്ഞടി. നിനക്കെന്താ മലയാളം പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഇത്രയും കാലായില്ലേ, ഇപ്പെന്തെങ്കിലും പറഞ്ഞല്ലോ, സമാധാനം. ഇനിയിപ്പോ നിനക്കൊന്നും ചോദിക്കാനില്ലല്ലോ, എന്നാ മോള് കിടന്നോ. ചേച്ചി എന്താ തുമ്പി? അത് പിന്നെ നാളെ അവരൊക്കെ പോവല്ലേ? അതെ. അപ്പൊ പിന്നെ ഇനി എങ്ങനെ സച്ചേട്ടനെ കാണുക? സച്ചി മെസ്സേജ് അയക്കാ അല്ലെങ്കിൽ വിളിക്കുക എന്നാ പറഞ്ഞേ. സത്യം പറഞ്ഞ സച്ചേട്ടന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നതിന്. ഒട്ടും താല്പര്യമില്ല ഇവിടുന്ന് പോകുന്നേ. ശരിയാ, എന്താ ചെയ്യാ, പോയല്ലേ പറ്റൂ. സച്ചേട്ടൻ പോയാ പിന്നെ ക്രിസ്റ്റി. ഓ നീ അവന്റെ കാര്യം പറയല്ലേ. ചേച്ചി പേടിച്ചില്ലേ? എനിക്കെന്തിനു പേടി അവനെ? അല്ല, ചേച്ചിയുടെ പുറകെ നടക്കല്ലേ. തുമ്പി നീ ഒന്ന് കിടക്കാൻ നോക്കിയേ. എന്നാ ഓക്കേ, ഗുഡ് നൈറ്റ്. ഇപ്പൊ മോർണിംഗ് ആവും, നീ ഒന്ന് കിടക്ക്. ഓ ഇളിച്ചു നിൽക്കാതെ ഒന്ന് കിടക്കണ്ട തുമ്പി. ചേച്ചി അപ്പോഴേക്കും ഉറങ്ങിയോ? ചേച്ചി ചേച്ചി ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. എന്താ? അത് പിന്നെ ചേച്ചി എന്താ സ്വപ്നം കണ്ടേ? എന്താ ചേച്ചി, എന്ത് പറ്റി? അത് പിന്നെ എന്താ പറ്റി പറ. ഞാൻ സ്വപ്നം കണ്ടത് ക്രിസ്റ്റിയും സച്ചിയും വഴക്ക് കൂടുന്ന. ഇതായിരുന്നു അവര് ചേച്ചിയുടെ കാര്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ തന്നെ അല്ലേ? അത് സീരിയസ് ആവുമെന്ന എനിക്ക് പേടി. ചേച്ചി ചേച്ചി കണ്ട സ്വപ്നം അതെ എന്റെ സച്ചിയെ. അയ്യോ ചേച്ചി നീ കരയുന്നേ, കരയല്ലേ. അതൊരു സ്വപ്നം മാത്രം, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചേച്ചി ഇപ്പൊ സമാധാനായിട്ടിരിക്കി. ചേച്ചിക്ക് പറഞ്ഞൂടെ എനിക്ക് സച്ചിയെയാണ് ഇഷ്ടം? അപ്പൊ പിന്നെ ക്രിസ്റ്റി വയ്യ വരത്തില്ലല്ലോ. അത് പറയാൻ പറ്റത്തില്ല. അതെന്താ? അപ്പോ ചേച്ചിക്ക് സച്ചിയെ ഇഷ്ടല്ലേ? അതൊന്നല്ല, അത് ഞാൻ പറഞ്ഞ ക്രിസ്റ്റി സച്ചിയുമായി വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ കണ്ട അപ്പൊ ഒരു വഴക്കുറപ്പാ. ഇനി ഞാൻ ഇതോടെ പറഞ്ഞു ചെന്നാലും മതി. അതും ശരിയാ. ഇനിയിപ്പോ എന്താ വഴി? അതൊക്കെ പിന്നെ ആലോചിക്കാം. നീ വന്ന് കിടക്കാൻ നോക്ക്. എന്നാലും ചേച്ചി നിന്നെ കൊണ്ട് വലിയ ശല്യായല്ലോ. നിനക്ക് നിന്റെ റൂമിൽ കിടന്നാ പോരെ? അത് പറ്റില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. ഓ ഇപ്പൊ ചെറിയ കുട്ടിയാണല്ലേ, അല്ലാതെ പേടിയൊന്നും ഉണ്ടായിട്ടല്ല. എനിക്കെന്തിനു പേടി? ഓ അങ്ങനെ. എന്താ സൗണ്ട്? ഒരു ചിലങ്കയുടെ സൗണ്ട് അല്ല കേക്കുന്നേ. ചിലങ്കയോ? പേടിച്ചോടണ്ട, ഞാൻ പറ്റിച്ചതാ. ഭയങ്കര ധൈര്യശാലി തന്നെ. ചേച്ചി നീ കിടക്കുന്നില്ല, കിടക്കണ്ട, ഞാൻ ഉറങ്ങുവാ. അയ്യോ ചേച്ചി ഉറങ്ങിയോ?